മോദി എന്തൊക്കെ പറഞ്ഞു എതിർത്തു? മോദി എതിർക്കാൻ നോക്കി, എതിർത്തെന്ന് പറയുന്നത് വിട്ടുകൊടുത്തില്ല. വിട്ടുകൊടുത്തില്ല, പിടിച്ചു കൊടുത്തില്ല. മോദി പ്ലീസ് മോദി ഒന്ന് എണീക്കൂ പ്ലീസ്. ഇവരുടെ ഡിഫെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ മോദിക്ക് ഡിഫെൻഡ് ചെയ്യാം കേട്ടോ. ഇവിടെ കോസ്റ്റ്യൂം ഒക്കെ കണ്ടോ? പക്ക ഒരു രാഹുൽ ഗാന്ധി നരേന്ദ്രമോദി. ഓക്കെ ഫൈൻ, തുടങ്ങിക്കോളൂ. കമ്മിറ്റിയിൽ വെച്ച് താങ്കളുടെ BJP-യിൽ തന്നെ ഒരു എഡ്യൂക്കേഷൻ മിനിസ്റ്ററാണ് ഇതായിരിക്കും ധർമ്മേന്ദ്ര. നമ്മളെ കർണാടകയിൽ മഹദേവപുര എന്ന കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഞാൻ വോട്ട് ചോറി എന്ന പ്രശ്നം മാധ്യമങ്ങൾക്ക് മുമ്പാകെ കാണിച്ചു കൊടുത്തത്. നമ്മുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ പറഞ്ഞതെന്ന് വെച്ചാൽ കർണാടകയിൽ കോൺഗ്രസ് ഭരണം ഉള്ളത് കൊണ്ട് കോൺഗ്രസിന് ഇതിൽ പങ്കില്ലേ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോൾ എനിക്ക് നരേന്ദ്രമോദിയോട് ചോദിക്കാനുള്ളത്, ഇലക്ഷൻ കമ്മീഷൻ ഒരു സെൻട്രൽ ബോഡിയാണ്, സ്റ്റേറ്റ് ബോഡി അല്ല. അപ്പോൾ എങ്ങനെയാണ് തങ്ങളുടെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ നമ്മൾ കോൺഗ്രസിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഈ നാഷണൽ ഇലക്ഷൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു? എന്താണ് മോദിയുടെ റെസ്പോൺസ്? ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞ വാക്കുകൾ ധർമ്മേന്ദ്ര പ്രധാന്റെയാണ്. അപ്പൊ ധർമ്മേന്ദ്ര പ്രധാന്റെ അടുത്താണ് ചോദിക്കേണ്ടത്. വോട്ട് ചോറിക്കെതിരെ എന്തെങ്കിലും എവിഡൻസ് ഉണ്ടോ എന്ന് താങ്കളുടെ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ ഒരു റിപ്പോർട്ടർ ചോദിച്ചു, വോട്ട് ചോറിക്കെതിരെ എന്തെങ്കിലും. അപ്പൊ രാഹുൽ ഗാന്ധിയുടെ അപ്പോഴത്തെ നിലപാട്, എന്റെ ജോലിയല്ല ഇന്ത്യയുടെ ഡെമോക്രസി സൂക്ഷിക്കേണ്ടത്, അത് വേണമെങ്കിൽ നിങ്ങൾ പോയി കേസ് കൊടുക്കുന്നതാണ്. അങ്ങനെ പറയുന്ന പിന്നെ നിങ്ങൾ ലീഡർ ഓഫ് ഓപ്പോസിഷനായിട്ട് ഇരിക്കുന്ന പിന്നെ എന്തിനാണ് കാണാനോ അങ്ങനെയുള്ള ലീഡർ ഓഫ് ദി ഓപ്പോസിഷൻ നിൽക്കുന്നത് താങ്കളെ പോലെയുള്ളവരെ ചോദ്യം ചെയ്യാനാണ്. ധർമ്മേന്ദ്ര പ്രസാദ് പറയുന്ന വാക്കുകൾ BJP-യുടെ വാക്കുകളാണ്, BJP പറയുന്ന വാക്കുകൾ പ്രധാനമന്ത്രിയുടെ വാക്കുകളാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയാണ് ഇതാ ഇവിടെ ശശി തരൂർ ഇപ്പൊ ഉണ്ട്. ശശി തരൂരിന് ആരിഫ് മുഹമ്മദ് ഖാനെ സപ്പോർട്ട് ചെയ്താണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് നേരെ ഓപ്പോസിറ്റ് ആണല്ലോ പറഞ്ഞത്. അപ്പൊ അതിനെപ്പറ്റി എന്താണ് രാഹുൽ ഗാന്ധിക്ക് പറയുന്നത്? നമ്മുടെ പാർട്ടി വരുമ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. സെയിം പാർട്ടിയാണ് BJP.